ഞാൻ പോയിന്റിലേക്ക് വരട്ടെ. ട്രെൻഡിങ് ഡ്രസ് ഇഷ്ടായോ? ഇല്ല. ലക്ഷ്മി ചേച്ചി പ്ലീസ് ദയവ് ചെയ്ത് അല്ല 60-ലെ അമ്മമാരോട് അഭിപ്രായങ്ങൾ ചോദിക്കാതിരിക്കും. അടിപൊളി നല്ല കോസ്റ്റ്യൂംസ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എല്ലാരും വെറുതെ ഒരു ജോലി ഇല്ലാതെ ഒരു ഉദ്ഘാടനം ഇല്ലാതെ ഞങ്ങൾ എല്ലാരും വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എന്നെ പറ്റി തന്നെ അനലൈസ് ചെയ്തു. അതാണ് എന്നെ വിളിച്ച ചായ കുടിക്കാൻ കാശ് തരാമെന്ന് ചോദിച്ചു. അതൊരു പഴംപൊരിയും. അപ്പോ അങ്ങനെയല്ല, നമ്മുടെ ലൈഫിൽ ഇതുവരെ നടന്ന കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളും ഞാൻ ശരിക്കും കണ്ണടയുടെ മുന്നിൽ നോക്കിയിട്ട് എന്നെ തന്നെ ഇങ്ങനെ ഇതായിട്ടോ. നമ്മൾ ഇപ്പോഴും ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന നടക്കാതിരിക്കുന്ന കാര്യങ്ങളും എന്നാൽ നടന്ന കാര്യങ്ങളും അങ്ങനെ നിങ്ങൾക്കും ഉണ്ടാവില്ലേ പറയാനായിട്ട്? എനിക്ക് എന്നെ മനസ്സിലായി, അതുപോലെ നിങ്ങളെയും കൂടെ ഒന്ന് മനസ്സിലാവാൻ എനിക്കൊരു ആഗ്രഹം. ഞാൻ അങ്ങനെ ഒരു ഉദാഹരണം പറയാം. ശ്രീവിദ്യനെ കുറിച്ച് പറയാം. അവള് സിനിമാനടിയാകാൻ ആഗ്രഹിച്ചു, നടന്നു. പക്ഷെ ആങ്കറാവാൻ ആഗ്രഹിച്ചു, നടന്നില്ല. അത് നടക്കട്ടെ എത്രയും പെട്ടെന്ന്. ലക്ഷ്മി ആങ്കർ ആകാൻ ആഗ്രഹിച്ചു വന്നു, ഇപ്പോ മഹർഷിയായി നിൽക്കുന്നു. നല്ലതാ. എനിക്ക് അണ്ണാച്ചാക്കോയുടെ മുടി ചുരുള് മാറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നടക്കുമെന്നറിയില്ല. നടക്കുമ്പോ ഞാൻ അടിമാലിയുടെ ഉല്ലാസിന്റെ വയറ് കുറയ്ക്കാൻ നോക്കുന്നു, പക്ഷെ ജന്മത്തെ നടക്കുന്നു. നിന്റെ വിഷൻ പറയൂ. പ്രതീക്ഷയുണ്ട്. നടന്ന ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ട്. ഒരെണ്ണം പറയൂ, ഒരെണ്ണം മതി. ഞാനൊരു നടനാവാൻ ആഗ്രഹിച്ചതല്ല, എന്നിട്ടും ആയിപ്പോയി. ആയില്ലല്ലോ. ആയില്ലല്ലോ. അതെന്താ ഞാൻ അഭിനയിക്കൂലേ? അഭിനയിക്കില്ലെന്നല്ല പറഞ്ഞ, അവൻ ആഗ്രഹിച്ചിട്ടില്ല, അവനായിട്ടുമില്ല. എന്നെ പറയൂ, എന്താ ആഗ്രഹിച്ചിട്ട് നടന്നത്, ഇനി നടക്കാനുള്ളത്? ഞാൻ ഇപ്പോൾ ഉള്ള ലൈഫ് തന്നെയാണ് എനിക്ക് ഏറ്റവും പറയാനുള്ള കാര്യം. ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് ആഗ്രഹിച്ചത്, ഒരുപാട് ആഗ്രഹിച്ചു ചെറുപ്പത്തിലെ. ഇപ്പൊ ഞാൻ അത്രയും എക്സ്ട്രീം ലെവലിൽ ഹാപ്പിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മളെപ്പോഴേ ചെറിയ കാര്യങ്ങൾക്ക് വരെ പരാതി പറയും, എല്ലാം ദൈവം തന്നിട്ടും പരാതി പറയും. ബട്ട് ഷീ ഈസ് ഹാപ്പി. ഇപ്പൊ എന്താണുള്ളത് അതിൽ അടിപൊളി. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ചേട്ടൻ, ഞാൻ ഒരു ഷോക്കാട്ടിനകത്ത് പടം പാകാൻ ആഗ്രഹിച്ച ആളാണ്. അങ്ങനെ ആഗ്രഹിച്ചു. നമുക്ക് ചിന്തിച്ചതിന്റെ അപ്പുറത്ത് എത്തി. വേറൊരു കാര്യം വേട്ടെ, ഈ നമ്മൾ ഈ സ്കൂളിൽ തല്ലുകൊള്ളാൻ വേണ്ടിയിട്ട് പോയി ഗ്ലോബ് കാണും. ഈ കാണായ സ്ഥലം ഇത് എന്താണെന്ന് പോലും അറിയാൻ പാടാത്ത കാലത്ത് ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാൻ പറ്റി ഒരു കലാകാരനായതുകൊണ്ട്. ചേട്ടൻ പറഞ്ഞതിൽ ഞാൻ 150% ഞാൻ സപ്പോർട്ട് ചെയ്യണു. പിന്നെ സത്യമാണ് പറഞ്ഞത്. തങ്കു പറയൂ, തമാശകളിയല്ല ഉദ്ദേശിക്കുന്നത്, മനസ്സിൽ തട്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. തങ്കുവിന്റെ ഞാൻ ഗസ് ചെയ്യട്ടെ, ഇതുവരെ നടക്കാത്ത കാര്യം കല്യാണം കഴിക്കാൻ മുട്ടി എന്നിട്ടും കല്യാണം ആയിട്ടില്ല. ഒന്നല്ല, അവനൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചല്ലോ, പക്ഷെ അവന്ന് പൊറോട്ട വരെ ഉണ്ടാക്കുന്നു. ചെറിയ കേസല്ലേ. തങ്കു ഞാനൊരു കലാകാരനാകാൻ ആഗ്രഹിച്ചു, എന്നിട്ട് ആവാതെ ഞാനൊരു കലാകാരനായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, തോന്നണ്ടാ. എന്നിട്ട് ഇത്ര ഉള്ളളിയ ഇതിനാണ് അളിയാൻ 1/2 മണിക്കൂർ കളഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞതിന്റെ മേളിൽ പറയാൻ നിനക്കില്ല. അതാണ് സിമ്പിൾ ആയിട്ട് പറയാ, ഞാനൊരു കലാകാരനാകാൻ ആഗ്രഹിച്ചു. എന്നിട്ട് നീ എന്താ? ഞാനൊരു കലാകാരനായി. ആയോ? അതിന് അളിയൻ 1/2 മണിക്കൂർ കളഞ്ഞ് ഇത്രയും ക്യാമറ. എന്റെ പാട്ടിന് ഞാൻ തന്നെ ആക്ഷൻ ചെയ്ത്. പിന്നെ അടുത്ത് എനിക്ക് ഒരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു, എന്റെ കോംബോ വർക്കൗട്ട് ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് നടന്നുകൊണ്ടിരിക്കുന്നു. ശ്രീവിദ്യ ചേച്ചി, എനിക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളൊക്കെ വീട്ടിൽ പോയി വരൂലേ, എനിക്ക് മാത്രം 8-9 മണിക്കൂർ ട്രാവൽ ചെയ്യണം. കാസർഗോഡ് എപ്പോഴെങ്കിലും എറണാകുളത്തിന് അടുത്താവണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇത് നടക്കാത്തൊരാഗ്രഹം ഇതല്ലേ ഇപ്പൊ പറഞ്ഞത്? എറണാകുളത്ത് പോയിട്ട് അവർക്ക് കാസർഗോഡ് പെട്ടെന്ന് വരണം. അതെ അതെ അതെ, അടുത്ത ബഡ്ജറ്റിൽ ഞാനത് അവതരിപ്പിക്കും. താങ്ക് യു സർ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ